വെൽക്കം ബാക്ക് ടു എൻ ചാനലാണ് ഇൻസ്റ്റി ബനാസത് ഖാലിദ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വതന്ത്രാനന്ദ ഇന്ത്യയെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അല്ലെ. എന്നാൽ പരീക്ഷകളിലെല്ലാം മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഈ പാഠഭാഗത്ത് ചോദ്യങ്ങളില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ചുരുക്കമാണ്. അപ്പൊ ഈ ഒരു പാഠത്തിൽ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അടുത്ത ഈ ടോപ്പിക്കിൽ എന്താണ് നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളതെന്നും അതുപോലെ ഈ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് പരീക്ഷകളിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നാട്ടുരാജ്യങ്ങളെ സംയോജനത്തെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നാട്ടുരാജ്യങ്ങളെ സംയോജനത്തിന് ശേഷം നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഭരണഘടനാ രൂപീകരണത്തിന്റെയും അതുപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പിന്റെയും കുറിച്ചൊക്കെ കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിപ്പോ. അപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനയാണ്. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറയായത് എന്താണ്? ഭരണഘടനയാണ്. രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറയായത് ഭരണഘടനയാണ്. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറയായത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറയായത്. ഇനി നമ്മളറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് സ്വാതന്ത്ര്യ സമയത്ത് 1946 ഒരു ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്നിരുന്നു അല്ലെ. 1946 ക്യാബിനറ്റ് മിഷൻ വന്നിരുന്നു. ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുകയുണ്ടായി അല്ലെ. ഇപ്പൊ ക്യാബിനറ്റ് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അതിന് അടിത്തറയായത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ക്യാബിനറ്റ് മിഷൻ 1946 വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുകയുണ്ടായി. നിർമ്മാണ സമിതി ആരെ അധ്യക്ഷനാക്കിക്കൊണ്ടാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുകയുണ്ടായി. അപ്പം ഏത് സമിതിയുടെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ക്യാബിനറ്റ് മിഷൻ അല്ലെ. ക്യാബിനറ്റ് മിഷൻ എന്ന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു ഭരണഘടനാ സമിതി രൂപീകരിച്ചത് ഇന്ത്യ ഒരു രാഷ്ട്രമായി തീരുന്നതിന് അത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമായിരുന്നു അല്ലെ. അപ്പൊ അതിനൊരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുകയുണ്ടായി. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചപ്പോൾ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ രൂപീകരിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ ഇന്ത്യ 1950 ജനുവരി 26 ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി തീരുകയും ചെയ്തു. 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി തീരുകയും ചെയ്തു. അപ്പം ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് 1950 ജനുവരി 26. അന്നാണ് ഭരണഘടന ഇന്ത്യക്ക് നിലവിൽ വന്നത്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുത്തു എന്ന് വെച്ചാൽ 1949 നവംബർ 26 കൂടെ മനസ്സിലാക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. പക്ഷെ ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടനയ്ക്ക് അനുമതി നൽകിയത് 1949 നവംബർ 26 ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഭരണഘടനാ ദിനം ഏതാണെന്ന് ചോദിച്ചാൽ നവംബർ 26 ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുമതി നൽകിയത് 1949 നവംബർ 26 എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഇന്ത്യ റിപ്പബ്ലിക് ആയി തീർന്നത് 1950 ജനുവരി 26 ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു കോട്ടിങ്സ് ആണ്. അതായത് എനിക്കൊരു കൾച്ചറെ അറിയാവോ അത് അഗ്രികൾച്ചർ ആണ് ഇങ്ങനെ പറഞ്ഞ ദേശീയ നേതാവാണ്. എനിക്കൊരു കൾച്ചറെ അറിയാവോ അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞ ദേശീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്.
ഇനി സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചതാരാണ്? സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചത് ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറുമാണ്. അപ്പൊ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചതാരാണ്? ലാറി കോളിൻസ് ആൻഡ് ഡൊമിനിക് ലാപ്പിയർ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചത് ലാറി കോളിൻസ് ആൻഡ് ഡൊമിനിക് ലാപ്പിയർ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതി രചിച്ചത് രാമചന്ദ്ര ഗുഹ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതി രചിച്ചത് രാമചന്ദ്ര ഗുഹ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ നിന്ന് കൃതി രചിച്ചതാരാണ്? ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറുമാണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതി രചിച്ചത് രാമചന്ദ്ര ഗുഹയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 എന്നാൽ ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയുമാണ് നമ്മൾ ഭരണഘടന നിർമ്മാണ സമിതിയെ കുറിച്ചും ഭരണഘടന രൂപീകരണത്തെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സിലബസിൽ ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത ഇന്ന് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഇന്ത്യ നേരിട്ട സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥ രൂപീകരണമായിരുന്നു സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയില് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1951-52 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1950, 51, 52 കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 ഇന്ത്യയിൽ കേന്ദ്ര പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1950 ജനുവരി 25 പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് 1950 ജനുവരി 25 എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1950, 52 കാലഘട്ടത്തിലാണ്. അതിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന എന്നാന്ന് ചോദിച്ചാൽ 1951 ഒക്ടോബർ 25 1951 ഒക്ടോബർ 25 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 51, 52 കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ 1950 ജനുവരി 25 ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന 1951 ഒക്ടോബർ 25 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി നമ്മൾ അറിയപ്പെടുന്ന ആരാണ്? ശ്യാം സരൺ നെഗിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായിട്ട് അറിയപ്പെടുന്നത്. ശ്യാം സരൺ നെഗിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ശ്യാം സരൺ നെഗിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ അറിയപ്പെടുന്ന ആരാണ്? ശ്യാം സരൺ നെഗി. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്ത്? ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യം നേരിട്ട പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ജനാധിപത്യ രൂപീകരണമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന 1950 ജനുവരി 25 ഈ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 ആദ്യത്തെ വോട്ടറായിട്ട് അറിയപ്പെടുന്ന ആരാണ്? ശ്യാം സരൺ നെഗിയാണ്. ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ്. ഭാഷ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട എങ്ങനെയാണ് നോക്കുന്നത്. അതായത് 1920 കോൺഗ്രസ് സമ്മേളനത്തിൽ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് ഭാഷ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ തീരുമാനിച്ച 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്.
1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് കോൺഗ്രസ് കമ്മിറ്റികൾ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 1920 ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് 1953 ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം രൂപീകരിക്കേണ്ടത് ഭാഷാടിസ്ഥാനം തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി ഒരു സ്വതന്ത്ര സമര സേനാനി 58 ദിവസം നിരാഹാരം കിടന്നു. അതാണ് പോറ്റി ശ്രീരാമലു. ആരാണ്? പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു. അപ്പൊ പോറ്റി ശ്രീരാമന്റെ എന്ന സ്വതന്ത്ര സമര സേനാനി ആന്ധ്ര എന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കും തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 58 ദിവസം നിരാഹാരം കിടന്നു. അതിന്റെ ഫലമായിട്ട് 1953 ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നിലവിൽ വന്നു. ഇപ്പൊ തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്കായിട്ട് 1953 ആന്ധ്ര എന്ന സംസ്ഥാനം നിലവിൽ വന്നു. 53 ഒക്ടോബറിലാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനം നിലവിൽ വന്നത്. അപ്പൊ 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് കോൺഗ്രസ് കമ്മിറ്റികൾ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതേ തുടർന്ന് 1953 തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞ സ്വതന്ത്ര സമര സേനാനി അദ്ദേഹം നിരാഹാരം കിടന്നു. അങ്ങനെ 1953 ഒക്ടോബറിൽ ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ട ആവശ്യകത കൂടി വന്നതോടുകൂടി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരികയുണ്ട്. സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ നിയോഗിച്ചു. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് 1953 ഡിസംബറിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഭാഷാ അടിസ്ഥാനത്തില് എന്താണ് 1953 ഒക്ടോബർ 1 ആന്ധ്ര എന്ന സംസ്ഥാനം തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അതിനുവേണ്ടി പ്രയത്നിച്ച ആരാണെന്ന് വെച്ചാൽ പോറ്റി ശ്രീരാമലു ആണ്. അദ്ദേഹം 58 ദിവസം നിരാഹാരം കിടന്ന് മരണം കൈവരിച്ചതിന്റെ ഫലമായിട്ടാണ് ആന്ധ്ര എന്ന സംസ്ഥാനം രൂപം കൊണ്ടത്. അത് 1951 ഒക്ടോബർ 1 മനസ്സിലാക്കുക. ഇനി അതിനുശേഷമാണ് ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടത് ആവശ്യകത കൂടി വന്നതോടുകൂടി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിക്കുകയുണ്ടായി. ഇത് നിയമിക്കപ്പെട്ടത് 1953 ഡിസംബറിലാണ്. 1953 ഡിസംബറിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത്. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിന്റെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ ഫസൽ അലി. ഫസൽ അലി അധ്യക്ഷനായാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനരുദ്ധരിക്കാനുള്ള കമ്മീഷൻ തലവൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ഇനി ഇന്ത്യയെ ഭാഷാടിസ്ഥാന രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് ആണ്. 1953 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത്. ഇനി ഈ ഫസൽ അലി കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരെന്ന് വെച്ചാൽ HN ഖുസ്രുവും KM പണിക്കറുമാണ്. HN ഖുസ്രു ആൻഡ് KM പണിക്കർ. HN ഖുസ്രു KM പണിക്കർ. HN ഖുസ്രുവും KM പണിക്കറുമായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കാനായിട്ട് വേണ്ടി നിയമിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ മറ്റു അംഗങ്ങൾ. സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. മറ്റംഗങ്ങൾ HN ഖുസ്രുവും KM പണിക്കറാണ്. അത് KM പണിക്കർ എന്ന് പറഞ്ഞാൽ കാവാലം മാധവൻ പണിക്കർ എന്നാണ്. കാവാലം മാധവ പണിക്കറാണ് KM പണിക്കർ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? VP മേനോൻ അല്ലെ? VP മേനോന്റെ എന്താണ് മുഴുവൻ പേര് എന്ന് പറഞ്ഞാൽ വാപ്പാല പങ്കുണ്ണി മേനോൻ ആണെന്ന് മനസ്സിലാക്കി വയ്ക്കും. VP മേനോന്റെ മുഴുവൻ പേര് എന്ന് പറഞ്ഞാൽ വാപ്പാല പങ്കുണ്ണി മേനോൻ. അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന 1953 ഡിസംബറിലാണ്. അതുപോലെ തന്നെ അതിന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് HN ഖുസ്രുവും KM പണിക്കറുമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനം പുനഃസംഘടിക്കപ്പെട്ട വർഷം. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കപ്പെട്ടു. ആ വർഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസംഘടിക്കുന്ന വർഷമാണ് 1956 നവംബർ 1.
1956 നവംബർ 1 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കപ്പെട്ടത്. അതിന് കാരണമായ കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. അപ്പൊ അത്തരത്തിൽ 1956 നവംബർ 1 ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ എത്ര സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കപ്പെട്ടു. ഇനി ഭാഷ അടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ 7ാം ഭരണഘടനാ ഭേദഗതിയാണ്. 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കപ്പെട്ടത്. 7ാം ഭരണഘടനാ ഭേദഗതി. 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കപ്പെട്ടത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര പ്രദേശങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്ര പ്രദേശമാണ് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്ര പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. അപ്പൊ ഇത്ര 28 സംസ്ഥാനം 8 കേന്ദ്രഭരണ പ്രദേശമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാത്രമല്ല, അതായത് 2019 ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശമാവുകയും അതുപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു ദാദർ ആൻഡ് നാഗർ ഹവേലി അത് രണ്ടും സംയോജിക്കുകയും ചെയ്തതോടുകൂടി സംസ്ഥാനങ്ങൾ എണ്ണം 28ഉം കേന്ദ്രഭരണ പ്രദേശങ്ങൾ എണ്ണം 8ഉമായി തീരുകയാണ് ചെയ്തത്. അപ്പൊ 2019 എന്ത് ചെയ്യുന്നു? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശമാവുകയും അതുപോലെ തന്നെ ദാമൻ ടു നാഗർ ആൻഡ് ഹവേലി ദാമൻ ടു ദാദർ നാഗർ ഹവേലി ഒന്നിക്കുകയും ചെയ്തതോടുകൂടി 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. സംസ്ഥാനം 8 കേന്ദ്രഭരണ പ്രദേശമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇനി അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് തെലങ്കാനയാണ്. തെലങ്കാനയാണ് അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം. തെലങ്കാന അവസാനം രൂപം കൊണ്ടു 2014 ജൂൺ 6 തെലങ്കാന രൂപം കൊണ്ടത്. 2014 ജൂൺ 6 തെലങ്കാന സംസ്ഥാനം, ജൂൺ 6 അല്ല, ജൂൺ 2. 2014 ജൂൺ 2 തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ തെലങ്കാന സംസ്കാരം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ച ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതാണ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി. BN ശ്രീകൃഷ്ണ കമ്മിറ്റി. തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി. തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് 2014 ജൂൺ 2 ഓർത്തു വയ്ക്കുക. അപ്പൊ 2019 കൂടി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 28ഉം കേന്ദ്രഭരണ പ്രദേശം 8ഉമാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങൾ പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് വെച്ചുള്ളത് 7ാം ഭേദഗതിയാണെന്നും ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ C. രാഘവാചാര്യയായിരുന്നു. ആരായിരുന്നു അധ്യക്ഷ? രാഘവാചാര്യ. 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു C. രാഘവാചാര്യ. അപ്പൊ 1920 നാഗ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? വിജയ രാഘവാചാര്യ. അപ്പൊ 1920 നാഗ്പൂർ സമ്മേളന അധ്യക്ഷൻ ആരായിരുന്നു? വിജയ രാഘവാചാര്യ. C. വിജയ രാഘവാചാര്യായിരുന്നു 1920 നാഗ്പൂർ സമ്മേളനത്തെ അധ്യക്ഷൻ. നാഗ്പൂർ സമ്മേളനത്തെ പ്രത്യേകത എന്തായിരുന്നു? ആ സമ്മേളനത്തിലാണ് കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷ അടിസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിച്ചു. ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിച്ചത് 1948 ജൂണില് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1948
ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. ഈ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ 1948 ജൂണിലാണ്. അതിന്റെ അധ്യക്ഷനാണെന്ന് വെച്ചാൽ SK ധർ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. SK ധർ. അപ്പം നമ്മൾ പറഞ്ഞു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ 1948 ജൂണിലാണ്. അത് SK ധർ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അതുപോലെ തന്നെ 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് SK ധർ. ഇനി 1948 തന്നെ ഇത് ജൂണിലാണെങ്കിൽ ഡിസംബറില് കോൺഗ്രസ് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിച്ചു, കമ്മിറ്റി. അപ്പൊ എന്താണെന്ന് നമ്മൾ പറഞ്ഞത് 1948 ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയോഗിച്ചതാണ്. SK ധർ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. ഇനി 1948 ഡിസംബറില് കോൺഗ്രസ് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിയമിച്ചു. അതിന്റെ പേരാണ് JVP കമ്മിറ്റി. അതിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരായിരുന്നു JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടത് ആവശ്യകത വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്മീഷനുകൾ നിലവിൽ വന്നത്. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന പുനഃസംഘടന കമ്മീഷനാണ്. ആ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ വരുന്നതിന് മുമ്പ് അതിന് മുന്നിട്ട് പ്രവർത്തനങ്ങൾ ചെയ്ത 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. നാഗ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഭാഷാ അടിസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതേ തുടർന്ന് എന്ത് ചെയ്തു? സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ വന്നു. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ വരുന്നതിന് മുമ്പായിട്ട് ആന്ധ്രയിൽ നിന്ന് ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട 1953 ഒക്ടോബർ 1-ന്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിന്റെ ആവശ്യകത കൂടി വന്നതുകൊണ്ട് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിയമിക്കപ്പെട്ടു. അപ്പൊ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ 1953 ഡിസംബറിലാണെന്ന് ഓർത്തുവയ്ക്കുക. ഇനി സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. മറ്റു അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? പിന്നെ ഫസൽ അലി, അതുപോലെ തന്നെ എച്ച് എൻ കുൻസ്രുവും KM പണിക്കറുമായിരുന്നു മറ്റ് അംഗങ്ങളെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം 1956 നവംബർ 1-ന് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര പ്രദേശങ്ങളും നിലവിൽ വന്നു. അപ്പൊ 1948 സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ തുടർന്ന് നിയമിച്ച കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിയമിച്ചു. അതിന്റെ അധ്യക്ഷൻ SK ധർ ആയിരുന്നു. അതുപോലെ തന്നെ 1948 ഡിസംബറില് കോൺഗ്രസ് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിയമിച്ചു. അതിന് JVP കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, അതുപോലെ പട്ടാഭി സീതാരാമയ്യ തുടങ്ങിയവരായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ പരീക്ഷകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള പല ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. അപ്പൊ ഭാഷാ പുനഃസംഘടന കമ്മീഷനെ ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷകളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു റിവിഷൻ പോലെ ആയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇത് മനസ്സിലായെങ്കിൽ അടുത്തുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ടിൽ ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചിൽഡ്രൻസ് ബൈ ഫ്രം മീ. താങ്ക് യു.